ഫൈറ്റർ എന്ന സിനിമയ്ക്ക് ആ പേരിടാൻ കാരണമെന്താണ്? ഫൈറ്റർ എന്ന സിനിമയിലെ യഥാർത്ഥ ഫൈറ്റർ ആരാണ്? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഉയരുന്നത്. ഋത്തിക് റോഷൻ നായകനായുള്ള ഫൈറ്റർ എന്ന ഈ ഹിന്ദി സിനിമ ദേശസ്നേഹം തുളുമ്പുന്ന നിരവധി വികാരനിർഭരമായിട്ടുള്ള സീനുകൾ കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ഫൈറ്റർ ഒരു നല്ല പാട്രിയോട്ടിക് സിനിമയാണെന്ന് നമുക്ക് പറയാനാകും. എന്നാൽ ഫൈറ്റർ എന്ന സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത ഇതാണോ? അല്ലെങ്കിൽ ഋത്തിക് റോഷൻ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ സാന്നിധ്യമാണോ ഫൈറ്റർ എന്ന സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ? ഇത് രണ്ടുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫൈറ്റർ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഋത്തിക് റോഷൻ ഫാൻസിനോട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഫൈറ്റർ എന്ന സിനിമ ഒരു മുഴുനീള ഋത്തിക് റോഷൻ സിനിമ അല്ല എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഫൈറ്റർ എന്ന സിനിമയുടെ കഥാപശ്ചാത്തലം അത്തരത്തിലുള്ളതാണ്. എന്നാൽ ഋത്തിക് റോഷൻ എന്ന നടനെ ഗംഭീരമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ഫൈറ്റർ. ഋത്തിക് റോഷൻ്റെ അഭിനയ പാടവത്തെയും ഇമോഷൻസിനെയും റൊമാൻസിനെയും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവിനെയും ആക്ഷൻസും ഡാൻസും കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയും പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ഫൈറ്റർ. മറ്റ് ബോളിവുഡ് സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫൈറ്റർ എന്ന സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? തീർച്ചയായിട്ടും ഫൈറ്റർ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ള എയർ ഫൈറ്റുകളാണ്. അതായത് വ്യോമ ആക്രമണങ്ങളും വ്യോമ യുദ്ധങ്ങളും ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്, ഇത്രയും വിശദമായിട്ട്, ഇത്രയും ഡെപ്തായിട്ട്, ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ട്, ഇത്രയും ത്രില്ലിംഗ് ആയിട്ട് ഏരിയൽ ഫൈറ്റ്സ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഇത്രയും എക്സ്ക്ലൂസീവായിട്ട്, ഇത്രയും ഇൻഡെപ്തായിട്ട് എയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കാണിച്ച സിനിമ മറ്റൊന്നില്ല. ഹോളിവുഡ് സിനിമയായിട്ടുള്ള ടോം ക്രൂസ് നായകനുള്ള ടോപ്പ് ഗൺ എന്ന സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരുപാട് മുമ്പിൽ സാങ്കേതികമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും സിദ്ധാർത്ഥ് ആനന്ദ് എന്ന സംവിധായകൻ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിൽ ഒരുപാട് നൈപുണ്യം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല എഫേർട്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ സിദ്ധാർത്ഥ് ആനന്ദ് എന്ന സംവിധായകൻ ടെക്നിക്കൽ സൈഡിലും മറ്റുള്ള കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഫൈറ്റർ എന്ന് പറയാൻ സാധിക്കില്ല. പതിവ് സിദ്ധാർത്ഥ് ആനന്ദ് സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. അതായത് ബോളിവുഡ് സിനിമകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മസാലകളും ഫൈറ്റർ എന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ സ്വല്പം അല്ലെങ്കിൽ അതിലപ്പുറമായിട്ട് പാട്രിയോട്ടിസം വാരി വിതറിയിട്ടാണ് ഫൈറ്റർ എന്ന സിനിമ സിദ്ധാർത്ഥ് ആനന്ദ് എന്ന സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം മസാല ചേർത്തത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഇതിൽ ഋത്തിക് റോഷൻ്റെ നായികയായിട്ട് വരുന്നത് ദീപിക പടുക്കോണാണ്. അപ്പം ദീപിക പടുക്കോണിനെ എങ്ങനെയെങ്കിലും ഋത്തിക് റോഷനെ കൊണ്ട് പ്രണയിപ്പിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഫോഴ്സ്ഫുള്ളായി, അല്ലെങ്കിൽ സംവിധായകൻ്റെ ഡിമാൻഡാണ് ദീപിക പടുക്കോൺ ഋത്തിക് റോഷനെ പ്രണയിക്കേണ്ടതെന്ന് തോന്നുന്ന രീതിയിൽ അനാവശ്യമായിട്ട് ഒരുപാട് ഡയലോഗുകളും ഒരുപാട് സീനുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ദീപിക പടുക്കോണിൻ്റെ കഥാപാത്രം വളരെ ഡെപ്തുള്ള സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അംബാസിഡർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷേ ദീപിക പടുക്കോൺ എന്ന നടി ഈ കഥാപാത്രത്തെ കൺസീവ് ചെയ്ത രീതി, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് ഡെലിവറി ചെയ്തിരിക്കുന്നതെന്നതിൽ കുറച്ച് ആശയക്കുഴപ്പമുണ്ട്. കാരണം അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരുടെ മുമ്പ് കാലത്ത് അല്ലെങ്കിൽ അവരുടെ സമീപകാലത്ത് അവർ ചെയ്തിരിക്കുന്ന പല സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ പഠാനിലെ റോൾ എടുത്താണെങ്കിലും ജവാനിലെ റോൾ എടുത്താണെങ്കിലും അതേപോലെ തന്നെ ഫൈറ്ററിലെ റോൾ എടുത്താലും മൂന്നും വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ്. പക്ഷേ അവർ ഈ മൂന്ന് കഥാപാത്രത്തെയും ഒരേപോലെ തന്നെ ഡെലിവർ ചെയ്ത പോലെയാണ് തോന്നുന്നത്. അവരുടെ ലുക്കിലാണെങ്കിലും ശരി, അവരുടെ എക്സ്പ്രഷൻസിലാണെങ്കിലും ബോഡി ലാംഗ്വേജിലാണെങ്കിലും അല്ലെങ്കിൽ വോയിസ് ഡെലിവറിയിലാണെങ്കിലും ഒക്കെ എല്ലാം ഒരു സിമിലാരിറ്റി തോന്നിപ്പോകുന്നു. നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റാത്ത രീതിയിൽ എല്ലാം ഒരേപോലെ ചെയ്തതുപോലെ തോന്നുന്നു. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഫൈറ്റർ എന്ന സിനിമയിൽ നമ്മൾ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട്. ഇതിൽ ഉണ്ണിയുണ്ട്, മിനിയുണ്ട്, ഷമീറുണ്ട്, ബഷീറുണ്ട്. ഇതൊക്കെ ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളുടെ ആൾട്ടർനേറ്റ് നെയിമാണ്. അതായത് തീർച്ചയായിട്ടും ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഋത്തിക് റോഷൻ്റെ പേര് ഷമീർ പഠാനിയ അഥവാ പാറ്റി എന്നാണ്. ഋത്തിക് റോഷൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഏറ്റവും മികച്ച ഒരു കേഡറ്റാണ്. അദ്ദേഹം ഇതിലെ സ്ക്വാഡ്രൺ ലീഡറാണ്. അതേപോലെ തന്നെ ദീപിക പടുക്കോണിൻ്റെ കഥാപാത്രവും ഇതിലെ എയർഫോഴ്സിലെ സ്ക്വാഡ്രൺ ലീഡറാണ്. ഇതിൽ മിക്ക കഥാപാത്രങ്ങളും എയർഫോഴ്സിലെ അംഗങ്ങളാണ്. ഇതിൻ്റെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള തീവ്രവാദികളെ തുരത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സ് സംഘടിപ്പിക്കുന്ന എയർഫോഴ്സിൻ്റെ ഒരു ടീമാണ്, ഒരു സ്പെഷ്യൽ യൂണിറ്റാണ്. ആ യൂണിറ്റിലെ അംഗങ്ങളായിട്ടാണ് ഋത്തിക് റോഷനും ദീപിക പടുക്കോണും കരണും അക്ഷയ് ഒബ്രോയും എല്ലാം വരുന്നത്. അവരുടെ ക്യാപ്റ്റനായിട്ടാണ് റോക്കി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അനിൽ കപൂർ അവതരിക്കുന്നത്.
അപ്പം ഈ ഒരു ടീമിൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങളും അവരുടെ ഫൈറ്റിംഗ് സ്പിരിറ്റും എല്ലാമാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും റിയൽ ലൈഫ് സ്റ്റോറിയുമായിട്ട് ബന്ധമുള്ള ഒരു കഥ തന്നെയാണ്. ഇന്ത്യൻ എയർഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിയൽ ലൈഫ് സ്റ്റോറിയുമായിട്ട് ബന്ധമുള്ള ഒരു കഥമാണ്. പക്ഷേ അത്രയ്ക്കും റോ ആയിട്ട് അല്ലെങ്കിൽ അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിട്ടല്ല അത് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമയുടെ ഫാൻറ്റസി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഫൈറ്റർ എന്ന സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ, നമ്മളെ എൻഗേജിങ് ആക്കുന്ന രീതിയിൽ ഇതിൽ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് ഇതിൻ്റെ വിഷ്വൽ ഇഫക്ട്സ് ആണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഹോളിവുഡ് നിലവാരത്തിലുള്ള വിഷ്വൽ ഇഫക്ട്സ് ആണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഗുണം ചെയ്തു. അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മികച്ച സൗണ്ട് ഇഫക്ട്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ സിനിമയുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ പാകപ്പിഴകളൊന്നുമില്ല, എവിടെയും ലാഗൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു പാട്രിയോട്ടിക് സിനിമയാണ്. നമ്മളുടെ ഇന്ത്യൻ സിനിമയിലെ മികച്ച പാട്രിയോട്ടിക് സിനിമയിൽ ഒന്നായി തന്നെ ഈ സിനിമ മാറുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ സാമ്പത്തിക വിജയമാകും എന്നത് ഉറപ്പാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് റിലീസായിട്ടുള്ള ഏറ്റവും മികച്ച പാട്രിയോട്ടിക് സിനിമ തന്നെയാണ് ഫൈറ്റർ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. കാരണം അത്രയ്ക്ക് നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഏരിയൽ ഫൈറ്റ് സീനുകളുള്ള ഒരു സിനിമയാണ്. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് ഇഫക്ട്സ് ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ജയ് ഹിന്ദ്.